അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക് ബാങ്കിങ് അതുപോലെ തന്നെ കൺവെൻഷണൽ ബാങ്കിങ് എന്നീ രണ്ട് ബാങ്കിങ് മെത്തേഡുകളുടെ ഒരു കമ്പാരിസൺ ആണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന നാമകരണത്തിന് കാരണം, അതുപോലെ തന്നെ കൺവെൻഷണൽ ബാങ്കിങ് എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് ഈ രണ്ടെണ്ണം എങ്ങനെ എന്നുള്ളത് ആദ്യമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. കൺവെൻഷണൽ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗത ബാങ്കിങ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിന് പരമ്പരാഗതം എന്ന് പേര് വന്നു? കൂടുതൽ അതാണ് നീതിയുക്തം എന്നതുകൊണ്ടല്ല അതിന് കൺവെൻഷണൽ എന്ന് പേര് വരുന്നത്. മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ശരീഅത്തിന്റെ പൂർണ്ണത അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ പലിശാധിഷ്ഠിതമായിട്ടുള്ള ഇടപാടുകൾ ലോകത്തുണ്ട് എന്നതുകൊണ്ടും ലോകാടിസ്ഥാനത്തിൽ ഗ്ലോബലി അത് വ്യാപകമായി എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്നതുകൊണ്ടുമാണ് കൺവെൻഷണൽ എന്ന പേര് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, രണ്ട് ബാങ്കിങ്ങിന്റെയും ഡെപ്പോസിറ്റുകൾ ഏതൊക്കെ ടൈപ്പിലാണ് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ബോറോവിങ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടെടുക്കുന്ന കാര്യങ്ങളിലുള്ള രണ്ടിന്റെയും സ്വഭാവങ്ങളും വ്യത്യാസങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, അതിന്റെ ഇൻകം ജനറേഷൻ പ്ലാൻ എങ്ങനെ, രണ്ടിന്റെയും ഇൻകം ജനറേഷൻ പ്ലാൻ എങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കുന്ന ഈ രണ്ട് ബാങ്കിങ് സെക്ടറുകളും അല്ലെങ്കിൽ രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യമായി കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ ഡെപ്പോസിറ്റിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് അതിൽ, ഏതൊക്കെ ടൈപ്പ് ഡെപ്പോസിറ്റ്സ് ആണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. സേവിങ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സാധാ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നു. ആ പണത്തിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം. അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ സാധാ ബാങ്കിലുള്ള സാലറി പോലെയുള്ള നോർമൽ ഡെപ്പോസിറ്റിനാണ് നമ്മൾ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. സേവിങ്സ് അക്കൗണ്ടിൽ ഒരു നിശ്ചിത ശതമാനം പലിശ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ബാങ്കിങ് സേവനങ്ങൾക്ക്, ട്രാൻസാക്ഷൻസ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇയർലിയോ മന്ത്ലിയോ ഒക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ തവണകളായിട്ടൊക്കെ ഉള്ള ട്രാൻസാക്ഷൻ ചാർജസ് അപ്ലൈ ആണ് നമുക്ക് കാണാം. അതുപോലെ തന്നെ രണ്ടാമത്തതൊന്നാണ് കറന്റ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. കറന്റ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ബിസിനസ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് പലിശ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടുകൾ, അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ള പലിശ വേണ്ടാത്ത തരത്തിലുള്ള നോൺ ഇൻട്രസ്റ്റഡ് അക്കൗണ്ടുകൾ. മറ്റൊന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലയളവിലേക്ക് നിശ്ചിതമായി ഒരു എമൗണ്ടിനെ ഫിക്സ്ഡ് ആയി ഡെപ്പോസിറ്റ് ചെയ്യണതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയാം. ഇത് സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി പലിശക്ക് അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾക്കൊക്കെ കാരണമാകുന്ന തരത്തിലുള്ള ഒരു ഡെപ്പോസിറ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, ഇതിലെല്ലാം തന്നെ ബാങ്കിങ്ങിന്റെ അതിന്റെ പൊതുവായുള്ള ബാങ്കിങ് സേവനങ്ങൾക്ക് വേണ്ടി ചാർജ് ഈടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ തന്നെ മിനിമം ബാലൻസ് അതില്ലാതായാൽ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സർവീസ് ചാർജസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പെനാൽറ്റികളൊക്കെ ആയിട്ട് ബാങ്ക് നമ്മളിൽ നിന്ന് ചാർജ് ഈടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഡെപ്പോസിറ്റ് രീതികൾ ഇസ്ലാമിക് ബാങ്കിങ്ങിലേക്ക് വരുമ്പോൾ ഏതൊക്കെ ടൈപ്പാണ് നമുക്ക് നോക്കാം. ഒന്ന്, സേവിങ്സ് എന്ന രീതിയിൽ, അതായത് നമുക്ക് എപ്പോഴും പിൻവലിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ പണത്തിന് യാതൊരു തരത്തിലുള്ള ലാഭമോ ഇൻട്രസ്റ്റോ നമുക്ക് ലഭിക്കില്ല എന്ന് മാത്രമല്ല, ആ എമൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കുക, അതിന്റെ സെക്യൂരിറ്റി പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ് സേവനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സർവീസ് ചാർജ് നമ്മളിൽ നിന്ന് ഈടാക്കും. കറന്റ് അക്കൗണ്ടുകൾ, സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ പോലെയുള്ള അക്കൗണ്ടുകൾ, അവയ്ക്കും തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പ്രോഫിറ്റ് ഷെയറോ അല്ലെങ്കിൽ ഒരു ലാഭമോ ഇൻട്രസ്റ്റോ ഒന്നും ലഭിക്കുന്നതായിട്ട് ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന് നമ്മൾ ഒരു കാലത്തേക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്ന നിക്ഷേപങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ ആണ് ഇവിടെ ഉണ്ടാവുക, മറ്റോടത്ത് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ഷെയറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുക 1,00,000 രൂപ നിക്ഷേപിക്കുന്നു എങ്കിൽ അതിന്റെ നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും ലാഭം പറയുന്നുണ്ടാവുക എന്നതാണ് ഇൻട്രസ്റ്റ് ആണ് എന്നതിന്റെ മാനദണ്ഡം. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകയുടെ പെർസെൻറ്റേജ് ആയിരിക്കില്ല അവിടെ മ്യൂച്വലി അഗ്രീഡ് ആയിട്ട് ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ എക്സ്പെക്ടേഷൻ നമുക്ക് ആഗോള അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു ബാങ്കിങ് സെക്ടറായി കൺവെൻഷണൽ ബാങ്ക് ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായും എത്ര കണ്ട് ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന ഒരു മനസ്സിലാക്കലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഒരു പെർസെൻറ്റേജിൽ എക്സ്പെക്ടേഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് മ്യൂച്വലി അഗ്രീഡ് ആയിട്ടുണ്ടാവുക ബാങ്ക് ഏത് പ്രോജക്റ്റിലേക്കാണോ നിക്ഷേപിക്കുന്നത് ആ പ്രോജക്റ്റിൽ നിന്ന് ബാങ്ക് എന്ത് ലാഭം എടുക്കുന്നു ആ ലാഭത്തിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ആയിരിക്കും ഇവിടെ ഈ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലാഭവിഹിതം കിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിലുള്ള വ്യത്യാസം. ഒരു പക്ഷേ സേവിങ്സ് അക്കൗണ്ടിൽ ലാഭം കൊടുക്കുന്ന ഇസ്ലാമിക് ബാങ്കുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ അല്പം ലാഭത്തിനുള്ള സാധ്യത കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണുള്ളത്. ഇവിടുത്തെ സർവീസ് ഈ 3 ടൈപ്പാണ് ഇവിടെയും ഉള്ളത്. ഇനി അതിന്റെ സർവീസ് ചാർജസ് ആണെങ്കിൽ കൺവെൻഷണൽ ബാങ്കിങ്ങിൽ സർവീസ് ചാർജുകൾ വളരെ കൂടുതലായ സർവീസ് ചാർജുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇവിടെ താരതമ്യേന സർവീസ് ചാർജുകൾ കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഈ ഡെപ്പോസിറ്റിംഗിൽ 2 ബാങ്കിങ് സെക്ടറുകളുടെയും വ്യത്യാസങ്ങളും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ബോറോവിങ്സ് ആണ്. ഈ രണ്ട് ബാങ്കിങ് സെക്ടറുകളിൽ നിന്നും നമ്മൾ ഇങ്ങോട്ട് ലോൺ എടുക്കുമ്പോഴോ പണം കടം വാങ്ങുമ്പോഴോ ഉണ്ടാകുന്ന അവസ്ഥ. കൺവെൻഷണൽ ബാങ്കിങ്ങിൽ നമുക്ക് ബിസിനസ് ലോണ് കിട്ടും, അതുപോലെ തന്നെ പേഴ്സണൽ ലോണ് കിട്ടും, പ്രോപ്പർട്ടി ഹൗസ് ലോണ്, കാർ ലോണ് തുടങ്ങിയിട്ടുള്ള ലോണുകൾ നമുക്ക് ലഭിക്കും. ക്രെഡിറ്റ് കാർഡുകൾ കൂടി ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. ക്രെഡിറ്റ് കാർഡിനെ എന്തുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം. യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ലോൺ തന്നെയാണ്. അതിനെ ലോണായി മനസ്സിലാക്കുന്നില്ല എന്നതായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രതിഭാസം. അതേ സമയത്ത് താരതമ്യേന ഇപ്പൊ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പലിശ ഈടാക്കുന്ന ഒരു ലോൺ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ ബോറോവിംഗ് മെത്തേഡ്സ് നമുക്ക് നോക്കാം. അവിടെയും ബിസിനസ് ലോൺസ് ഉണ്ട്. ഇതിനോട് തത്തുല്യമായ ബോറോവിംഗ് മെത്തേഡുകൾ അവിടെയും നമുക്ക് കാണാൻ പറ്റും. അതേ സമയത്ത് അതിനെ ബോറോവിംഗ് അല്ലെങ്കിൽ ലോൺ എന്നീ നാമകരണം അവർക്ക് സ്യൂട്ട് ആവില്ല എന്നുള്ളതാണ്. ബിസിനസ് ലോണിന് പകരം ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയാൻ പറ്റുക. നമുക്ക് കിട്ടുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബാങ്ക് നമ്മളുടെ ബിസിനസ് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ഓണർഷിപ്പ് ഷെയർ ചെയ്യുന്ന ഇക്വിറ്റി ഹോൾഡർ ആയിട്ടുള്ള ഇക്വിറ്റി ഓണർ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിട്ടായിരിക്കും ഈ ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ ലോൺ ആണ്. അപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പ്രോസസ്സിംഗ് ഫീ ഒഴിച്ച് കൂട്ടുപലിശയോ പലിശയോ നമുക്ക് വരുന്നില്ല എന്നതാണ് ഇസ്ലാമിക് ബാങ്കിങ് സെക്ടറിലെ ഗുണം എന്ന് പറയുന്നത്. ഇസ്ലാമിക് ബാങ്കിങ് സെക്ടറിൽ പ്രോപ്പർട്ടി ലോണിന് ബാങ്കിന് അതിൽ ഉടമസ്ഥാവകാശം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പലിശയോ കൂട്ടുപലിശയോ ഉണ്ടാവില്ല. എങ്കിൽ പോലും ഒരു പക്ഷേ ബാങ്ക് അത് പ്രോപ്പർട്ടി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിലക്ക് മാർജിൻ കൂട്ടിയിട്ടായിരിക്കും അത് വാങ്ങുന്ന എന്റർപ്രണർക്ക് വിൽക്കുന്നുണ്ടാവുക. ഇവിടെ ഒരു സെയിൽസ് കോൺട്രാക്ട് പോലെയാണ് ഈ പ്രോപ്പർട്ടി ലോൺ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് കൺവെൻഷണൽ ബാങ്കിങ്ങിലെയും ഇസ്ലാമിക് ബാങ്കിങ്ങിലെയും ബോറോവിംഗ് നമ്മൾ ഇങ്ങോട്ട് പണം എടുക്കുന്നതിലുള്ള വ്യത്യസ്ത ഭാവങ്ങളും സ്വഭാവങ്ങളുമാണ്. ഇനി നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഇൻകം ജനറേഷൻ സോഴ്സസ് നമുക്കൊന്ന് നോക്കാം. ഇസ്ലാമിക് ബാങ്കിങ്ങിലെ ഇൻകം ജനറേഷൻ സോഴ്സസ് എന്ന് പറയുന്നത് മുഷാറക്ക, മുദാറബ, മുറാബഹ, ഇജാറ, സുക്കൂക്ക് എന്നിങ്ങനെ പല ഇൻകം ജനറേഷൻ പ്ലാനുകൾ നമുക്ക് കാണാൻ പറ്റും.
അതില് നമുക്ക് ഓരോന്നും തന്നെ വളരെ ലളിതമായി ഒന്ന് വിവരിച്ചു പോകാം. എന്താണ് മുഷാറക്ക? അതൊരു ജോയിന്റ് വെഞ്ചർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ബാങ്കും അതുപോലെ തന്നെ ഒരു എന്റർപ്രണറും ഒരുമിച്ച് ഇൻവോൾവ്മെന്റ്, അതിന്റെ മാനേജ്മെന്റ്, പിന്നെ പ്രോഫിറ്റ് ലോസ് തുടങ്ങിയതിലൊക്കെ തുല്യ പങ്കാളിത്തത്തോടു കൂടെ, ബാങ്കിന്റെ കൂടി പങ്കാളിത്തത്തോടു കൂടെ നടപ്പിൽ വരുത്തുന്ന ബിസിനസ് സംവിധാനങ്ങൾക്കാണ് മുഷാറക്ക എന്ന് പറയാം. എന്നാൽ മുദാറബ എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലാണ്. അവിടെ ബാങ്ക് അതിന്റെ ഓപ്പറേഷൻ സൈഡിൽ യാതൊരു തരത്തിലുള്ള ഇൻവോൾവ്മെന്റും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഒരു സൈലന്റ് പാർട്ട്ണർ ആയിട്ടായിരിക്കും ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്നാൽ മുറാബഹ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പ്രോപ്പർട്ടി ലോണിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു സെയിൽസ് കോൺട്രാക്റ്റിനാണ് മുറാബഹ എന്ന് പറയുന്നത്. ഒരു പ്രോപ്പർട്ടി നമുക്ക് വേണ്ടി ബാങ്ക് വാങ്ങുന്നു, എന്നിട്ട് നമുക്ക് വിൽക്കുന്നു. അപ്പോൾ നമുക്ക് വാങ്ങിയ വിലക്കാവൂല വിൽക്കുക, അതിനേക്കാൾ കൂടിയ വിലക്കായിരിക്കും. ആ കൂടിയ വില നമുക്ക് അറിയാൻ പറ്റും. കൃത്യമായ ഇൻസ്റ്റാൾമെന്റ് വ്യവസ്ഥയിൽ തന്നെ തിരിച്ചടക്കാനും, അതുപോലെ തന്നെ ഇപ്പോ ഇതില് 2 കോൺട്രാക്ട് ആയിട്ട് സെയിൽസ് കോൺട്രാക്റ്റും റെന്റൽ കോൺട്രാക്റ്റും ആക്കിക്കൊണ്ട് 2 രൂപത്തിലുള്ള മുറാബഹ മെത്തേഡുകൾ ഇന്ന് പല ബാങ്കുകളും നിലവിൽ ഉണ്ട്. ആ വിഷയം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാ അല്ലാഹ് പരാമർശിക്കാം. ഇനി നമുക്ക് അടുത്തത് സുക്കൂക്ക്, അതായത് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളുടെ ഒക്കെ ഷെയറുകൾ ബോണ്ടുകളായിട്ട് വിൽക്കുന്ന രൂപത്തിലും ഇൻകം ജനറേഷൻസ് കാണാം. പൊതുവായി ഈ എല്ലാ പ്രോജക്റ്റുകളിലും ഇൻകം ജനറേഷൻ സോഴ്സുകളിലും അതിൻ്റെതായ ഒരു റിസ്ക് ഇൻവോൾവ്ഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ കൺവെൻഷണൽ ബാങ്കിങ്ങിന് പൊതുവെ ഒരുപാട് സ്കീമുകളായി തിരിച്ചിട്ടുണ്ടാവുമെങ്കിലും അതിന് അടിസ്ഥാനപരമായി അതിന്റെ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് ഒറ്റ ഒന്നായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരാൾക്ക് പണം കടം കൊടുക്കുകയും ആ കൊടുക്കുന്ന എമൗണ്ടിന്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് പലിശ പറഞ്ഞുകൊണ്ടുമായിരിക്കും അവിടെ ലാഭം ഉണ്ടാവുക. അത് പല സ്കീമുകൾ ഉണ്ടാവും, ഹൗസിന്റെ പേരിലുണ്ടാവും, ക്രെഡിറ്റ് കാർഡിന്റെ പേരിലുണ്ടാവും. പക്ഷെ എല്ലാറ്റിലും കോമൺലി അതിലെ പ്രോഫിറ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ബാങ്ക് എത്രയാണോ മുടക്കുന്നത് ആ മുടക്കുന്ന സംഖ്യയുടെ കൃത്യമായ ഒരു പെർസെൻറ്റേജ് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അത് സ്കീമുകൾക്കനുസരിച്ച് കൂടാനും കുറയാനും ഒക്കെ കാരണമാകും എന്നതൊഴിച്ചാൽ അവിടെ ഇൻകം ജനറേഷൻ എന്ന് പറയുന്നത് ഒരൊറ്റ രൂപത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ 2 ബാങ്കുകളുടെയും ഇൻകം ജനറേഷൻ സോഴ്സസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിലെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ വളരെ ഹ്രസ്വമായി ഏതാനും ചില കാര്യങ്ങൾ മാത്രം പറയുക എന്നതാണ് ഈ വീഡിയോയിൽ ലക്ഷ്യം വെക്കുന്നത്. ബാങ്ക് മുടക്കുന്ന എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് അല്ല, മറിച്ച് പ്രോഫിറ്റ് ജനറേഷന്റെ കൃത്യമായ ഒരു പെർസെൻറ്റേജ് പറയുന്നു എന്നതുകൊണ്ട് കമ്പനി എത്ര കണ്ട് ലാഭം ഉണ്ടാക്കുന്നു അത്രയും കണ്ട് ലാഭം ബാങ്കിന് കിട്ടാനുള്ള സാധ്യത, അതുപോലെ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാനുള്ള സാധ്യത അതിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. സേവിങ്സിലുള്ള എമൗണ്ടുകൾ ഡയറക്ട്ലി ഒരു ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആകുന്നത് പരമാവധി കുറക്കുന്ന രൂപത്തിലായിരിക്കും ഇസ്ലാമിക് ബാങ്കുകളുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സെക്യൂർ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ട്രാൻസ്പെറൻസി, വളരെ സമ്പൂർണമായ ട്രാൻസ്പെറൻസി ഉണ്ടാകും. മറ്റൊന്ന് ചതിക്കുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ശരിയാത്ത് വിലക്കിയിട്ടുള്ള ആക്ടിവിറ്റീസുകളിൽ നിന്ന് ഇത് ഒഴിഞ്ഞു നിൽക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർട്ടപ്പ് ഫ്രണ്ട്ലി ആയിരിക്കും. പുതിയ പുതിയ പ്രോജക്റ്റുകൾ, സാധ്യതയുള്ള പ്രോജക്റ്റുകൾ ബാങ്കിന് മുമ്പിൽ അവതരിപ്പിച്ചാൽ ബാങ്കിന്റെ പാർട്ണർഷിപ്പോടുകൂടെ അത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നല്ല പ്രോജക്റ്റുകളുടെ ഇക്വിറ്റികൾ വാങ്ങിക്കൂട്ടാൻ ഈ ഇസ്ലാമിക് ബാങ്കുകളിൽ വകുപ്പുണ്ടായത് കൊണ്ട് തന്നെ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും ഇസ്ലാമിക് ബാങ്കുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ
ഇൻട്രസ്റ്റ് ഫ്രീ ഡെപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹറാമായ പലിശരഹിതമായ ഡെപ്പോസിറ്റ് സൗകര്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് റിസ്ക് ഷെയർഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. റിസ്ക് ഷെയർ ഉണ്ട് എന്നത് പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് പലപ്പോഴും പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ റിസ്ക് എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക് ബാങ്ക് അല്ലാത്ത കൺവെൻഷണൽ ബാങ്കിന്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയപ്പെടുന്നത് എന്നത് അതിൽ റിസ്ക് ഇല്ല എന്നത് മാത്രമാണ്. റിസ്ക് ഫ്രീ ആണ് എന്നതാണ് അവർ ക്ലെയിം ചെയ്യാറുള്ളത്. റിസ്ക് ഫ്രീ ആണ് എന്ന കാര്യം ഒരു പക്ഷേ അങ്ങനെ കോമൺലി അംഗീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതിനെ അങ്ങനെ അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് നമുക്ക് കാണാം. കൺവെൻഷണൽ ബാങ്കിങ് രംഗത്തുണ്ടായിട്ടുള്ള റിസ്കുകൾ, അതായത് തിരിച്ചടവിന് താമസം വരികയോ തുടങ്ങിയിട്ടുള്ള കൺവെൻഷണൽ ബാങ്കിങ് സെക്ടറുകളിൽ ഉണ്ടായിട്ടുള്ള റിസ്കുകൾ ലോകത്ത് നടത്തിയിട്ടുള്ള സാമ്പത്തിക മാന്ദ്യങ്ങളുടെ ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന പേരിൽ 1929 മുതൽ 1939 വരെയുള്ള കാലയളവിൽ നടന്നിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം, അതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ദ ലാറ്റിൻ അമേരിക്കൻ ഡെപ്റ്റ് ക്രൈസിസ് എന്ന പേരിൽ 1980കളിൽ നടന്നിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം, അതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിലും അതിലും ബാങ്കിങ് സെക്ടറുകളുടെ ഫെയിലിയറുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ .com ബബിൾ എന്ന പേരിൽ 2000 മുതൽ 2002 വരെ നടന്നിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെയും കാരണങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കൺവെൻഷണൽ ബാങ്കിങ്ങിന്റെ ഫെയിലിയർ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ യൂറോപ്യൻ ഡെപ്റ്റ് ക്രൈസിസ് 2010 മുതൽ 2012 വരെ നടന്നിട്ടുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെയും കാരണങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അതിലും നമുക്ക് ഈ ബാങ്കിങ് സെക്ടറുകളുടെ ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നമുക്ക് അതിൽ കാണാൻ പറ്റും. എന്നാൽ ഇപ്പുറത്ത് തിരിച്ചടവ് സാധ്യമാകാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രൈസിസ് സംഭവിക്കുകയോ ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് ഒരു പക്ഷേ ഒരു ചെറിയ റീജന്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ആഗോള തലത്തിൽ തന്നെ ക്രൈസിസ് പടർന്നു പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ സാമ്പത്തിക മാന്ദ്യങ്ങൾക്ക് ഇത് കാരണമാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ശരിക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ ഉണ്ടാവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഒരു സ്ലൈഡ് ആയി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ആവശ്യപ്പെടാം. നിങ്ങളുടെ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ ഒക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. അതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.